തെരഞ്ഞെടുപ്പാണ്. മുന്നണികളെല്ലാം 4 വാർഡും ഓടി നടന്ന അറഞ്ചം പുറഞ്ചം ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അവിടെ കണ്ണീർ കഥകളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളുണ്ടായാൽ കലിപ്പുമുണ്ടാവും. മുഖ്യമന്ത്രി ആകെ സന്തോഷത്തിലാണ്. LDFന്റെ ഇവിടുത്തെ പ്രധാന എതിരാളിയെന്ന് അവർ പറയണ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഗ്യാപ്പില്ലാണ്ട് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ CMന് സന്തോഷിച്ചൂടെ? പത്മജ മുതൽ തമ്പാനൂർ സതീഷ് വരെ ഈ അടുത്ത് BJPയിലേക്ക് പോയ ആൾക്കാരുടെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ചിരിയാണ്. ഈ മുഖ്യമന്ത്രി എന്താ കലിപ്പനാണോ, ചിരിക്കാൻ അറിയില്ലെന്നൊന്നും ആരും ഇനി ചോദിക്കരുത് കേട്ടോ. വേറെ ആര് പോയാലും പത്മജ BJPയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയായി പോയില്ലേ? ഒന്നുമില്ലെങ്കിലും കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവിന്റെ മകളല്ലേ? ഇവരൊക്കെ BJPയിലേക്ക് പോണതിനെ CM എങ്ങനെയാ നോക്കി കാണുന്നത്? അത് നിങ്ങളെല്ലാവരും കാണുന്ന പോലെ തന്നെ. ഇനി എത്ര ആൾ പോകാനുണ്ട് എന്ന് ആർക്കറിയാം? ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. ഓ, എന്താ സന്തോഷം, എന്താ ചിരി! ഇതുപോലെ CMനെ ഹാപ്പി ആയിട്ട് കണ്ടിട്ട് എത്ര നാളായി. പിന്നെ പത്മജ BJPയിലേക്ക് പോകാൻ എന്തിട്ടാ കാരണം? അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ കരങ്ങളാണെന്ന് ഒരു ടോക്ക് ഉണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ പറയണത്. അത് നല്ല വർത്തമാനം തന്നെയാണ്. ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും BJPയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി. അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത്? പിന്നെ അതിനൊന്നും ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ ഉത്തരവില്ല. എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി കാരണമാണ് കോൺഗ്രസിൽ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രി ഇതിലൊന്നും ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര സ്നേഹത്തോടെ പോവേണ്ട പാർട്ടിയായിരുന്നു. ഒക്കെ നശിപ്പിച്ചില്ലേ? പത്മജനൊക്കെ പൊന്നുപോലെയല്ലേ കോൺഗ്രസ്സുകാർ നോക്കിക്കൊണ്ടിരുന്നത്? ചവിട്ടും കുത്തും അപമാനവും എല്ലാം സഹിച്ച ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചവിട്ടും കുത്തും അപമാനവും അവഗണനയും ഒക്കെ ഉണ്ടായത് മുഖ്യമന്ത്രി ഇടപെട്ടോണ്ടാവും അല്ലേ സതീശേട്ടാ? പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട്. കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട്. കേട്ടിട്ട് തന്നെ സങ്കടാവുക. കോൺഗ്രസ് നേതാക്കളുടെ അതിക്രൂര ഇടപെടൽ കാരണം പാവം പത്മജാജി ഓരോ ദിവസവും തള്ളി നീക്കിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. കരയാത്ത ഒരു രാത്രി പോലും ഇല്ല എന്ന് പറയണത് കേട്ടില്ലേ? കരഞ്ഞ് കരഞ്ഞ് പാവത്തിന്റെ കണ്ണീര് മുഴുവനും വറ്റിപ്പോയിരിക്കണു. അത് K മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. അദ്ദേഹം എന്നെ വളരെ മനസ്സിലാക്കിയ എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തിനെ ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആഹാ, പത്മജാജിയുടെ കോൺഫിഡൻസ് കണ്ട. പത്മജാജി BJPയിൽ ചേർന്നത് അറിഞ്ഞപ്പോൾ ഈ ജന്മത്തിൽ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു എന്ന് നെഞ്ചു പൊട്ടി മുരളീധരേട്ടൻ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. ആ മുരളീധരേട്ടനെ കുറിച്ചാണ് പറഞ്ഞത്. മുരളീധരേട്ടന് വേണ്ടി BJPയിലേക്ക് പരവതാനി വിരിച്ചിട്ടിട്ടാണ് പത്മജാജി BJPയിലേക്ക് പോയത്. ഇത്രേ സഹോദര സ്നേഹം തന്നെ, അല്ലാണ്ട് എന്തിട്ടാ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും നല്ല നിലയിൽ എല്ലാ കാലത്തും അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ, പുറത്തു വരുന്ന വാർത്തകൾക്കനുസരിച്ച് എടുത്തിട്ടുണ്ട് എങ്കിൽ EDയെ പേടിച്ചാകാനേ സാധ്യതയുള്ളൂ. അന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞത് കേട്ടില്ലേ? EDനെ പേടിച്ചിട്ടാവും പത്മജാജി BJPയിലേക്ക് പോയത്. ഇത്ര ഇപ്പൊ പത്മജി പറയണു പിന്നാലെ തന്റെ ചേട്ടനും വരുന്നു. പിന്നല്ലാണ്ട് സേഫായി നിൽക്കാനല്ലേ എല്ലാവരും നോക്കുള്ളോ? ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. എന്തൊക്കെ പറഞ്ഞാലും പത്മജാജി പോയാല് കോൺഗ്രസിന് ഒന്നുമില്ല, ഈസി ആയിട്ട് ജയിക്കും എന്നാണ് നേതാക്കളൊക്കെ പറയണത്. അവർ പറയുന്നല്ലോ പത്മജ പോയതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് രക്ഷയും പറയാം. എന്താണെന്ന് വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർക്ക് അറിയാം, നേതാക്കൾക്ക് അറിയില്ല. വീണ്ടും വീണ്ടും കോൺഗ്രസ് നേതാക്കളുടെ അവഗണന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. മുഖ്യമന്ത്രി കാരണമാണ് നിങ്ങളൊക്കെ പാർട്ടി വിട്ട് പോണത്. അതൊരു ലോകസത്യമായിട്ട് ഇവിടെ തന്നെ നിൽക്കണം. അല്ല പിന്നെ അല്ല ചേച്ചി, ശരിക്കും ചേച്ചി BJPയിലേക്ക് പോയത് എന്തിനാ? കോൺഗ്രസിന്റെ അവഗണന കൊണ്ട് മാത്രമാണോ? നമുക്ക് കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ്. അപ്പോൾ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്.
അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനി ആരോടും എന്നോട് എന്തിനാ BJP വന്നതെന്ന് ചോദിക്കേണ്ട, അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് കേട്ടാ മതി മക്ക്. സർവം മോദിമയം, എങ്ങും മോദിജി, എങ്ങും മോദി എഫക്റ്റ്, എങ്ങും മോദി സ്തുതി. ഇതാണ് ഞങ്ങളുടെ മോദിജി സ്വപ്നം കണ്ട കിനാശേരി. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. എന്താ ജനസാഗരം, എങ്ങും മോദിജിക്കുള്ള ജൈവിളിയല്ലേ. ഇത്തവണ കേരളത്തിൽ എത്ര അക്കൗണ്ട് തുറക്കാവോ? ജിമാരൊക്കെ എന്താ ആവശ്യത്തിലാണെന്നോ, എല്ലാരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആറാടല്ലേ. ഇതൊക്കെ കാണുമ്പോൾ പാവം കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചിൽ എന്തൊരു ഭാരം തോന്നുന്നുണ്ടാവുമല്ലേ. KPCC ഓഫീസൊക്കെ ശോകമുഖമായിട്ടിരിക്കല്ലേ. അവിടെ ഒരാളും അനക്കമില്ല. ആകെ UDF ഒരു അനക്കുണ്ടായത് സീറ്റിന് വേണ്ടി പിടിവലി നടന്ന സമയത്തായിരുന്നു. അപ്പൊ അതും ഇല്ല. ആകെ 12 രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ BJPക്കകത്തുള്ളത്. പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാന അധ്യക്ഷന്മാർ, അതോടൊപ്പം AICCയുടെ പ്രധാനികൾ, എത്രയെത്ര പേര്. ഓ, CMന് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു മനസ്സുഖം കിട്ടുന്നുണ്ടാവൂലേ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ പറഞ്ഞിട്ട് എന്തിട്ടാ കാര്യം? കേരളത്തിൽ മാത്രമല്ലല്ലോ, ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ അവസ്ഥ തന്നെയല്ലേ. കോൺഗ്രസ് നേതാക്കള് BJPയിലേക്ക് പോണത് തടയാൻ വേണ്ടി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ആയിരുന്ന അജയ് കപൂറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം 5 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേ അജയ് കപൂർ 2 ദിവസം മുന്നേ BJPയിൽ ചേർന്നിരിക്കുന്നു. എന്ത് തോന്നുന്നു? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃതലത്തിലുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ഏതെങ്കിലും തരത്തിൽ അത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും? അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു ഒരു പരിതാപകരമായ ഒരു മനോഭാവമല്ലേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ്. ഓഹോ, വീണ്ടാമതും സന്തോഷം, വീണ്ടാമതും ചിരിയല്ലേ. ശരിയാക്കി തരണ്ട്. പിന്നെ CM, താങ്കളുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ SFI അന്വേഷണത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല. മാത്രമല്ല, കേസും അന്വേഷണമൊക്കെ വന്നതിന് ശേഷം മുഖ്യമന്ത്രിനെ ഈ വഴി കാണാനും ഉണ്ടായിരുന്നില്ലേ? CM ഒന്നും പറഞ്ഞില്ല. ഈ സ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ വല്ലായിരുന്നെങ്കിൽ 10 പ്രസ് റിലീസും 5 പ്രസ് മീറ്റും ഒക്കെ വന്നേനെ. ഇതിപ്പോ ഒന്നും പറഞ്ഞാണല്ലോ. ദാഹിച്ചിട്ടാണേ, ദാഹൊക്കെ മാറിയില്ലല്ലോ. ഇനി പറയും, മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFI അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? പണിവാളിയാ, ഇതെന്താണ് മുഖമൊക്കെ മാറിയത്? ചിരിയൊക്കെ പോയല്ലോ. അല്ല, അന്വേഷണം നടക്കട്ടെ, വരട്ടെ വിവരങ്ങൾ. നേരം കിട്ടുമല്ലോ വിവരങ്ങൾ. കേട്ടാ? കേട്ടു. അപ്പൊ മാസപ്പടി വാങ്ങിന്നുള്ള ആരോപണത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ല CMന് അതിലൊരു നിലപാടുണ്ടാവുമല്ലോ, അതെന്തുട്ടാന്നാ ചോദിച്ചത്. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന കയറാറുണ്ടോ? ഇല്ലല്ലോ, 2 ചെവി നന്നായിട്ട് കേൾക്കാലോ. CM ചോദ്യം നല്ലോണം കേട്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞങ്ങളുടെ CM ഇങ്ങനെയാണ്, ഇഷ്ടപ്പെടാത്ത ചോദ്യമോ ഇഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടായ അപ്പ കലിപ്പാവും. കുറച്ച് നാൾ മുന്നേ പ്രസംഗിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ എന്ന് പറയുന്നതിന് മുന്നേ അനൗൺസ്മെന്റ് വന്നപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു ഉണ്ടാക്കിയത്.
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അടുത്തതായി ഉപഹാര വിതരണമാണ്. ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ശരത് കിഷോർ, ദിജേഷ്, ശ്യാംലാൽ, അതുപോലെ തന്നെ കരാറുകാരൻ ഉദയൻ തെരുവത്ത് എന്നിവർക്കുള്ള ഉപഹാരം പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല. അത് ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്. ഞാൻ സംസാരിച്ച് അവസാനിച്ചത് പോലെ CMA അപ്പൊ ചെവിയൊക്കെ എല്ലാവർക്കും നന്നായിട്ട് കേൾക്കാട്ടാ. നമ്മുടെ ചോദ്യം കൂടെ ഒന്ന് കേട്ടാ മതി. ആ ശരി, എന്നാ അത് മതി. അന്വേഷണത്തിൽ അപ്പൊ ഒന്നും പറയാനില്ല എന്ന് സാരം. അത് വരട്ടെ, അന്നേരം പറയാ. ഇപ്പൊ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഹോ, എന്നാലും മുഖ്യമന്ത്രിയുടെ ഒരു കഴിവ് അപാരം തന്നെ അല്ലേ. കോൺഗ്രസ്സുകാരുടെ പ്രശ്നങ്ങളും അവര് BJPയിലേക്ക് പോണ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ മൊത്തം ചിരിയും കളിയും ബഹളും. മോളുടെ കമ്പനിക്കെതിരായ അന്വേഷണത്തെ പറ്റി ചോദിച്ചപ്പോ സ്വിച്ച് ഇട്ട പോലെ കെലിപ്പായി. പെട്ടെന്ന് ഭാവങ്ങൾ മാറ്റാനുള്ള നിങ്ങളുടെ കഴിവുണ്ടല്ലോ, അപാരം തന്നെ ട്ടാ. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പിന്നെ CMA അപ്പൊ വീണ വിജയനെതിരായ നമുക്ക് തൽക്കാലം നിർത്താം. അതാണ്ട് പോയി. ഞങ്ങളുടെ മുഖ്യൻ ഇങ്ങനെയാണ്, ചിരിക്കാനും തമസ പറയാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ പാർട്ടിക്കെതിരെ കുടുംബത്തിനെതിരെ തുടങ്ങിയ കാര്യങ്ങൾ ഒരു ചോദ്യം അങ്ങോട്ട് വേണ്ടട്ടാ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കൽ വെച്ച് ഇങ്ങോട്ട് കയറി വന്നാൽ മതി കേട്ടല്ലോ. പിണറായി വിജയൻ ആരാന്ന് നല്ലോണം അറിയാലോ അല്ലേ. കൂടുതൽ വെളച്ചിലെടുത്താലേ കേസെടുത്ത് എല്ലാത്തിനെയും അകത്താക്കി കളയും, പറഞ്ഞേക്കാം. ഇനി സതീശേട്ടന്റെ വരവാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാര് BJPയിൽ ചേർന്നത് നോക്കി കളിയാക്കി ചിരിക്കല്ലേ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെ ആഞ്ഞടിച്ചിട്ട് തന്നെ കാര്യം. മുഖ്യമന്ത്രി ഇതുമായിട്ടൊക്കെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാണ്. വേറെ ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലേ. ചോദിച്ചപ്പോ കിട്ടിയല്ല. നിങ്ങൾക്ക് മാസപ്പടിയൊക്കെ ചോദിച്ചപ്പോ കിട്ടിയല്ലേ. സതീശേട്ടന് ഒരു കാര്യം മനസ്സിലാക്കണം. ഖജനാവ് കാലിയായി ഇരിക്കുമ്പോൾ കോടികൾ ചെലവിട്ട് നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾ നടത്താനും പ്രതിഷേധിക്കുന്നവരെ എല്ലാം ക്രൂരമായി അടിച്ചമർത്തി ജയിലിലിടാനും പ്രതിഷേധിച്ചവരെ പാർട്ടിക്കാർ തല്ലിച്ചതച്ചപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും ഇവിടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ. മൂപ്പരുടെ നേരെ ആരും ചോദ്യങ്ങളൊന്നും ചോദിക്കാറായിട്ടില്ല കേട്ടോ. ഞാൻ എത്ര ഇതായിട്ടാണ് സൗമ്യമായിട്ടാണ് എല്ലാ ചോദ്യത്തിനും മറുപടി പറയണത്. എത്ര സ്നേഹത്തിലാണ് പറയണത്. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇയാൾക്ക് ചെവി കേൾക്കില്ലെന്ന് ഞാൻ ചോദിച്ചില്ല. ഞങ്ങൾ ആരും ചോദിക്കില്ല, ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ അങ്ങനെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അവഹേളിച്ച ഞങ്ങളത് സമ്മതിക്കില്ല. ഒറ്റോടാ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പിഞ്ചു കുഞ്ഞാണ് സതീശേട്ടൻ. മുഖ്യമന്ത്രിക്ക് ആ ശാന്തത കണ്ടുപിടിച്ചൂടെ? ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ ബബ്ബ പറയും. അല്ലാണ്ട് ചെവി കേൾക്കില്ല എന്നൊന്നും ചോദിക്കാൻ ഞങ്ങളുടെ സതീശേട്ടന് കിട്ടില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരോട് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ ചെവിട് കേൾക്കില്ലേ തനിക്ക് എന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അസഹിഷ്ണുതയുടെ പര്യായമാണ് ഈ മുഖ്യമന്ത്രി. പിന്നെ ആരെന്ത് പറഞ്ഞാലും എമ്മാതിരി വർത്തമാനം പറയരുത്. എന്താ മുഖ്യമന്ത്രി ഇത്ര ദേശീയമായിട്ട് പൊട്ടിത്തെറിക്കുകയാണല്ലോ എല്ലാവരോടും. എന്താ ഇത്രമാത്രം അസഹിഷ്ണുത? സതീശേട്ടൻ പറഞ്ഞത് ശരിയല്ല കേട്ടാ. മുഖ്യമന്ത്രിക്ക് ഈയിടെ ആയിട്ടല്ലല്ലോ ദേഷ്യം. ഞങ്ങളുടെ മുഖ്യമന്ത്രി പണ്ടേ കലിപ്പനാണെന്ന് അറിഞ്ഞൂടെ? ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും കടക്ക് പുറത്തുനിന്ന് ആക്രോശിക്കാൻ ഞങ്ങളുടെ CMന് ഒരു പേടിയില്ല കേട്ടാ. ഊരിപ്പിടിച്ച വടിവാളുകൾക്ക് നടുവിലൂടെ നടന്ന ആളായോണ്ടാണെന്ന് തോന്നുന്നു. മാധ്യമപ്രവർത്തകർ എന്ത് ചോദ്യം ചോദിച്ചാലും കലിപ്പായി 2 ഡയലോഗ് അടിച്ച് അപ്പൊ തന്നെ ആ വിഷയം അവസാനിപ്പിക്കും. ഹോ, എന്തൊക്കെ കഴിവുകളാണ് CMനുള്ളത്. കേരള സർവകലാശാല കലോത്സവമാണ് വേദി. മന്ത്രി V ശിവൻകുട്ടി മാസമായി വന്ന് താത്വിക അവലോകനം നടത്തി 2 ഡയലോഗ് പറയുന്നു. വേദിയിൽ വെച്ച് തന്നെ തിരിച്ചടി കിട്ടിയ പോലെ മറുപടി വരുന്നു. എന്തൊരു കഷ്ടമാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒരു കാര്യത്തിനും കാശില്ല. കലോത്സവമൊക്കെ നടത്താന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ചെലവുള്ള പരിപാടിയല്ലേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഓരോ കോളേജ് യൂണിയനുകളും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. സർവകലാശാല കലോത്സവം തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്.
കാശ എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതായത് സർക്കാരിന്റെ പരിപാടിക്കും പാർട്ടി പരിപാടിക്കും മാത്രമേ ഇവിടെ ചെലവാക്കാൻ കാശുള്ളൂന്ന് അറിഞ്ഞൂടെ? എന്ത് ചെയ്യാനാ, നമ്മളെ കേന്ദ്രം തഴഞ്ഞിട്ടിരിക്കല്ലേ. കയ്യിലുള്ള കാശാണെങ്കിൽ മന്ത്രിമാർക്ക് കണ്ണട വാങ്ങാൻ പോലും തികയണില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ആരും വേറൊന്നും വിചാരിക്കരുത് കേട്ടോ, അവസ്ഥ കൊണ്ട് പറയണതാ. ഒരു കാര്യം ചെയ്യൂ, പിണറായി വിജയൻ സർക്കാരിന് ഒരു അവസരം കൂടി നൽകൂ, അപ്പൊ എല്ലാം ശരിയോ. അവർക്ക് സെലിബ്രിറ്റികൾക്ക് നൽകുവാൻ വലിയ പണം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതാണ് കേരളം ഇപ്പൊ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സെലിബ്രിറ്റികൾ പരിപാടികൾക്ക് വരുമ്പോൾ കാശ് വാങ്ങണോ? ശിവൻകുട്ടി സഖാവിന്റെ കണ്ണിൽ അതൊരു വലിയ പ്രശ്നമാണ് മക്കളെ. വന്ന വഴി മറക്കാത്തവരെ കാലം എന്നും ഓർത്തുവയ്ക്കും. അത് കറക്റ്റ്. പിന്നെ മിനിസ്റ്ററെ പോവല്ലേട്ടോ, പരിപാടിക്ക് വന്ന സെലിബ്രിറ്റിക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇനി ഞാൻ ഒരറിയിപ്പുണ്ട്. നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. മുതലും പലിശ ചേർത്ത് കിട്ടി. അത് പിന്നെ കാശ് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ കാണില്ല. കാശില്ലേ എന്ന് പറഞ്ഞാ ശീലം, അങ്ങനെ പറഞ്ഞു പോയതാ. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് MLA ആവാം. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. കിട്ടാനുള്ളതെല്ലാം കിട്ടി, തിരുപ്പതി ആയില്ലേ? എന്നാ ശരി, മന്ത്രിഭാവം പോയിക്കോട്ടെ മക്കളെ. പെട്ടെന്നുണ്ടായതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ മാറ്റം എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.